എയർ ഷോക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണു. അപകടം ദുബായ് അൽ മുക്തും വിമാനത്താവളത്തിനരികെ. പൈലറ്റിന് ദാരുണാന്ത്യം. അപകട കാരണം അന്വേഷിച്ച് വ്യോമസേന. ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ കൗൺസിലർ തിരുമല അനിലിന്റെ നിർണായക ഫോൺ സംഭാഷണം പുറത്ത്. നേരിട്ട മാനസിക സമ്മർദ്ദം വാക്കുകളിൽ വ്യക്തം. ആഹാരം കഴിക്കാൻ കഴിയുന്നില്ലെന്നും ശരീരം പാതിയായെന്നും അനിൽ. സഹകരണ ബാങ്കിലെ പണം തിരികെ കിട്ടാൻ പോലീസിനെ സമീപിക്കാനും നിക്ഷേപകയ്ക്ക് ഉപദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പഴുതടച്ച അന്വേഷണവുമായി SIT. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി എടുത്തേക്കും. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ റെയ്ഡ്. കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലെത്താൻ ചരട് വലിച്ചത് പത്മകുമാർ എന്ന റിമാൻഡ് റിപ്പോർട്ട്. പത്മകുമാർ ഇപ്പോഴും കുറ്റാരോപിതൻ മാത്രമെന്ന് MV ഗോവിന്ദൻ. ശബരിമല പ്രക്ഷോഭത്തിലെ പത്മകുമാറിനെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി രാഹുൽ ഈശ്വർ. പ്രക്ഷോഭത്തിന് ശബരിമലയിലെത്താനായി തന്നെയും മുത്തശ്ശിയെയും അമ്മയെയും സഹായിച്ചത് പത്മകുമാർ. പ്രക്ഷോഭത്തെ സഹായിക്കാൻ ശമ്പളം തരാമെന്ന് പത്മകുമാർ വാഗ്ദാനം ചെയ്തെന്നും രാഹുൽ. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് അടിയന്തര സ്റ്റേയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം വിശദീകരിച്ച് സർക്കാർ. കേരളത്തിന്റെ ആവശ്യം പ്രത്യേകം പരിഗണിക്കാമെന്ന് കോടതി. ഹർജി ബുധനാഴ്ചത്തേക്ക് മാറ്റി. MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിക്ക് അനുകൂല വിധി. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശം നീക്കി ഹൈക്കോടതി. റദ്ദാക്കിയത് വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ച നടപടി നിയമവിരുദ്ധമെന്ന പരാമർശം. അജിത്തിനെതിരെ തുടരന്വേഷണത്തിനുള്ള ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. തദ്ദേശ പോരിനുള്ള പത്രിക സമർപ്പണം പൂർത്തിയായി. അവസാന ദിവസം പത്രിക കൊടുത്ത പ്രമുഖരുടെ നിര. ഇന്നും പോരടങ്ങാതെ UDF. ആലപ്പുഴ കോൺഗ്രസിലും UDFിലും അന്ധചിത്രം. കാസർഗോഡിന് പിന്നാലെ ആറ്റിങ്ങലിൽ തമ്മിലടി. വയനാട് ജില്ലാ പഞ്ചായത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയൽ വിമത സ്ഥാനാർത്ഥി. വയനാട്ടിൽ സാമുദായിക പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന വിമർശനവുമായി സമസ്ത. പാലക്കാട്ടെ DYFI നേതാവ് P ഷഹീർ അലി അടക്കം 10 പേരെ അയോഗ്യരാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി. തൃശൂർ മാളയിൽ അനുകൂല കോടതി വിധി ഉണ്ടായിട്ടും നോമിനേഷൻ തള്ളിയതായി 2020 സ്ഥാനാർത്ഥിയുടെ പരാതി. തൃശൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഒരാഴ്ചയ്ക്കകം മേയർ സ്ഥാനാർത്ഥിയെ മാറ്റി BJP. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങിയതിനെ ന്യായീകരിച്ച് VK ശ്രീകണ്ഠൻ MP. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും UDF MLA. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും VK ശ്രീകണ്ഠൻ. പാലക്കാട് BJPയിൽ തഴയപ്പെട്ട BJP നേതാക്കൾക്ക് സ്വാഗതം. കൊച്ചി മരടിൽ യുവതിയെ മൃഗീയമായി മർദ്ദിച്ച യുവമോർച്ച നേതാവ് അറസ്റ്റിൽ. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗോപു പരമശിവനെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ്. 5 വർഷമായി ആ കാരണമായി തല്ലിച്ചതയ്ക്കുന്നുവെന്ന് ഇരയായ യുവതി. 5 വർഷമായിട്ട് എന്നെ ഉപദ്രവിക്കണേന് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഉപദ്രവം മതിയായി. സഹിക്കണതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ രക്ഷപ്പെട്ടു. ചാർജറിന്റെ കേബിളും കൊണ്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. യുവതിയുടെ ദേഹമാസകലം അടികൊണ്ട് രക്തം കല്ലിച്ച പാടുകൾ. നിലമ്പൂർ മുൻ MLA PV അൻവറിന്റെ വീട്ടിലും പാർക്കിലും ED റെയ്ഡ്. തൃണമൂൽ കോൺഗ്രസിന്റെ ഒതായിയിലെ ഓഫീസിലും സഹായിയുടെ വീട്ടിലും പരിശോധന. അന്വേഷണം അൻവറിന്റെ സാമ്പത്തിക ഇടപാടിന്മേൽ എന്ന സൂചന. കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു. അപകടം കുരീപ്പുഴ ഭാഗത്തേക്ക് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയപ്പോൾ പാചക സിലിണ്ടറിൽ നിന്നാകാം തീപിടിച്ചത് എന്ന നിഗമനം. അന്വേഷണം ആരംഭിച്ചു പോലീസ്.
തൃശൂരിൽ യുവാവിനെ ബോണറ്റിൽ കിടത്തി കാർ ഓടിച്ചു കൊടും ക്രൂരത. കുറ്റൂർ സ്വദേശി ബക്കറിന്റെ അതിക്രമം വാടകയ്ക്ക് കൊടുത്ത കാർ തിരികെ ചോദിച്ചതിന്. തൃശൂരിൽ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. ക്വട്ടേഷൻ ആക്രമണമെന്ന് നടത്തിപ്പുകാരൻ സുനിൽ. അപൂർവ വിവാഹ നിമിഷത്തിന് വേദിയായി കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി. വിവാഹ ദിനം വധുവിന് അപകടത്തിൽ പരിക്കേറ്റതോടെ താലികെട്ട് ആശുപത്രിയിൽ. സ്വദേശത്തെ വീട്ടിൽ കല്യാണ സദ്യ വിളമ്പി ബന്ധുക്കൾ. വിവാഹിതരായത് ആലപ്പുഴ സ്വദേശി ആവണിയും ഷാരോണും. വിജയുടെ സേലത്തെ യോഗത്തിന് അനുമതി നിഷേധിച്ച് തമിഴ്നാട് പോലീസ്. ഡിസംബർ 6 ബാബരി മസ്ജിദ് ദിനത്തിൽ പൊതുയോഗം അനുവദിക്കില്ലെന്ന് SP. കാർത്തിക ദീപത്തിന് തിരുവണ്ണാമല ക്ഷേത്രത്തിൽ സുരക്ഷ ഒരുക്കേണ്ടതിനാൽ പോലീസുകാരെ വിന്യസിക്കാനാകില്ലെന്നും വിശദീകരണം. റാലി മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനും നിർദ്ദേശം. ചെങ്കോട്ട സ്ഫോടനം നടത്തിയ ഭീകരർക്ക് വിദേശ ബന്ധം എന്ന് NIA ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ. ഡോക്ടർ ഉമാ നബിയും സംഘവും സിറിയൻ ഭീകരരുമായി ബന്ധപ്പെട്ടതായി വിവരം. കൂടിക്കാഴ്ച നടത്തിയത് പാകിസ്ഥാൻ സ്വദേശി ഉക്കാസയുടെ നിർദ്ദേശപ്രകാരമെന്നും റിപ്പോർട്ട്. ഇന്ത്യക്കും അഫ്ഗാനുമിടയിൽ എയർ കാർഗോ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാബൂൾ ഡൽഹി സെക്ടറിലും കാബൂൾ അമൃത്സർ റൂട്ടുകളിലും വ്യോമ ഇടനാഴി സജീവം. പ്രഖ്യാപനം അഫ്ഗാൻ വ്യവസായ മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ. തീരുവ യുദ്ധത്തിൽ പത്തിമടക്കി ഡൊണാൾഡ് ട്രംപ്. ബ്രസീലിയൻ ഭക്ഷ്യവസ്തുക്കളുടെ തീരുവ ഒഴിവാക്കി. എടുത്തുകളഞ്ഞത് 4 മാസം മുൻപ് ചുമത്തിയ 40% അധിക താരിഫ്. നീക്കം അമേരിക്കയിലെ ദൈനംദിന ജീവിത ചെലവ് കുറയ്ക്കാൻ. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാപ്പിയുടെ 1/3 ബ്രസീലിൽ നിന്ന്. വിയറ്റ്നാമിൽ പേമാരിയിൽ മരണം 41. കാണാതായ 9 പേർക്കായി തെരച്ചിൽ. തീരനഗരങ്ങളിൽ കൊടും നാശനഷ്ടം. 52,000-ലധികം വീടുകൾക്ക് കേടുപാട്. മണ്ണിടിച്ചിലിൽ ഹൈവേകൾ തകർന്നതോടെ ലാംഡോങ് പ്രവിശ്യയിൽ അടിയന്തരാവസ്ഥ. ബംഗ്ലാദേശിലെ ധാക്കയിൽ ഭൂചലനത്തിൽ 3 മരണം. നിരവധി പേർക്ക് പരിക്ക്. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പത്തിന് പിന്നാലെ കൊൽക്കത്തയിൽ ഉൾപ്പെടെ തുടർ ചലനം. പാകിസ്ഥാനിലും ഭൂചലനം. ആളപായമോ നാശനഷ്ടമോ ഇല്ല. മിസ് യൂണിവേഴ്സായി തെരഞ്ഞെടുക്കപ്പെട്ട് മെക്സിക്കോക്കാരി ഫാത്തിമ ബോഷ്. വിശ്വസുന്ദരിയായത് ഡമ്മി എന്ന് വിളിച്ച് സംഘാടകർ അപമാനിച്ച സുന്ദരി. അന്തിമ പട്ടികയിൽ ഇടം കിട്ടാതെ ഇന്ത്യൻ മത്സരാർത്ഥി മണിക വിശ്വകർമ്മ പുറത്ത്. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ചിത്രത്തിന്റെ കുഞ്ചാക്കോ ബോബന്റെ സീനുകൾ ചെയ്തെന്ന അവകാശവാദവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് സുനിൽ രാജ്. ചാക്കോച്ചന്റെ തിരക്ക് മൂലം പല സീനുകളും ചെയ്തെന്ന അവകാശവാദം. ചെയ്തത് സജഷൻ സീനുകളെന്ന് വിശദീകരിച്ച നിർമ്മാതാവ്. സുനിൽ പകരക്കാരനല്ലെന്നും അജിത് തലപ്പിള്ളി. ഇളയരാജയുടെ ഫോട്ടോകളും ആനിമേറ്റഡ് ചിത്രങ്ങളും ഉപയോഗിക്കുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്ക്. മദ്രാസ് ഹൈക്കോടതി വിധി തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുന്നുവെന്ന ഇളയരാജയുടെ പരാതിയിൽ ഡീപ് ഫേക്ക് ചിത്രങ്ങളും ഉപയോഗിക്കുന്നതായി പരാതി. ആഷസ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 172 റൺസ് പിന്തുടരുന്ന ഓസ്ട്രേലിയയ്ക്കും ബാറ്റിംഗ് തകർച്ച. 9 വിക്കറ്റ് നഷ്ടം. ബെൻ സ്റ്റോക്സിന് 5 വിക്കറ്റ്. ഇംഗ്ലണ്ടിനെ ഓസീസ് പുറത്താക്കിയത് 7 വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്കിന്റെ കരുത്തിൽ. സൂപ്പർ ലീഗ് കേരളയിൽ 1ാം സ്ഥാനം ലക്ഷ്യമിട്ട തൃശൂർ ഇന്ന് സ്വന്തം മണ്ണിൽ തിരുവനന്തപുരത്തെ നേരിടും. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് പകരം വീട്ടാൻ തിരുവനന്തപുരം കൊമ്പന്മാർ. മത്സരം വൈകിട്ട് 7:30 തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒഴിവാക്കി ഫിഫയുടെ ലോകകപ്പ് പോസ്റ്റർ. പോർച്ചുഗലിന്റെ മുഖമായ ബ്രൂണോ ഫെർണാണ്ടസ്. വിവാദമായതോടെ പോസ്റ്റർ പിൻവലിച്ച് ഫിഫ. സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തം.